ധർമ്മസ്ഥല ബംഗളഗുഡയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടങ്ങൾ SIT സംഘം ശേഖരിച്ചു. കുട്ടിയുടെയും സ്ത്രീകളുടെയും ഉൾപ്പെടെ 7ഓളം തലയോട്ടികളും അസ്ഥികളുമാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത്. മഹസർ തയ്യാറാക്കാനായി കഴിഞ്ഞ ആഴ്ച ബംഗളഗുഡയിൽ എത്തിയപ്പോഴാണ് ഉപരിതലത്തിൽ ചിതറിക്കിടക്കുന്ന നിലയിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ധർമ്മസ്ഥല ബംഗളഗുഡ വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ SIT സംഘം ശേഖരിച്ചു. പരിശോധനയിൽ മന്ത്രവാദത്തിന് ഉപയോഗിച്ചുവെന്ന് സംശയിക്കുന്ന വസ്തുക്കളും സ്ത്രീയുടെ സാരിയും കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ച വിറ്റൽ ഗൗഡിയുമായി മഹസർ തയ്യാറാക്കാനായി സ്ഥലത്തെത്തിയപ്പോഴാണ് ഇവ കണ്ടെത്തിയത്. തലയോട്ടിയുടെ വലുപ്പമനുസരിച്ചാണ് ലഭിച്ച അവശിഷ്ടങ്ങളിൽ ഒന്ന് കുട്ടിയുടേതാണെന്ന് സംശയിക്കുന്നത്. കുട്ടിയുടെയും സ്ത്രീയുടെയും ഉൾപ്പെടെ 7ഓളം അസ്ഥികൾ കണ്ടെത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയുമായി ബന്ധപ്പെട്ട മഹസർ തയ്യാറാക്കാനായി കഴിഞ്ഞ ആഴ്ച ബംഗളഗുഡയിലെത്തിയപ്പോഴാണ് SITയെ ഞെട്ടിച്ചുകൊണ്ട് വസ്തുക്കൾ കണ്ടെത്തിയത്. ഉപരിതലത്തിൽ ചിതറിക്കിടക്കുന്ന രീതിയിലായിരുന്നു അസ്ഥികൂടങ്ങൾ കാണപ്പെട്ടത്. വനം വകുപ്പിന്റെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും അനുമതി ലഭിച്ചതോടെയാണ് വനമേഖല കേന്ദ്രീകരിച്ച് അസ്ഥികൂടങ്ങൾ ശേഖരിക്കാനായി SIT സംഘം വീണ്ടും എത്തിയത്. ഇന്നും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് തിരച്ചിലുണ്ടാകും. കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായാണ് തിരച്ചിൽ. ന്യൂസ് 18 ധർമ്മസ്ഥല. ഇനി നമ്മൾ പോകുന്നത് വളരെ മനോഹരമായ ഒരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം തൈക്കാട് ശിശുക്ഷേമ സമിതിയിലെ 18 പെൺകുഞ്ഞുങ്ങൾക്ക് ഇന്നലെ കാതുകുത്തായിരുന്നു. വെറും കാതുകുത്തല്ല, ഒപ്പം സ്വർണ്ണ കമ്മലും ഇട്ടവർ സുന്ദരികളായി. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനാണ് കൊച്ചുമിടുക്കികൾക്ക് സ്വർണ്ണ സമ്മാനം സമിതിയിൽ എത്തിച്ചത്. പൊന്നിനേക്കാൾ തിളക്കമുള്ള കുറെ ചിരികളാണ് തിരുവനന്തപുരം തൈക്കാട് ശിശുക്ഷേമ സമിതിയിൽ ഇന്നലെ കണ്ടത്. അച്ഛൻ്റെയും അമ്മയുടെയും മടിയിലിരുന്ന് കാതുകുത്തുന്ന കുരുന്നുകളുടെ വീഡിയോകൾ ദിവസവും കാണാറുണ്ട്. എന്നാൽ ഇന്നലെ ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ മടിയിലിരുത്തിയായിരുന്നു സമിതിയിലെ പെൺകുരുന്നുകൾക്ക് കാതുകുത്ത്. വിശ്വകർമ്മ ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിലുടനീളം 1000 കുട്ടികൾക്ക് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ കമ്മൽ സമ്മാനിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തി കമ്മൽ സമ്മാനിച്ചത്. നമ്മുടെ വീട്ടിലുള്ള ഒരു കുഞ്ഞു വളർന്നു വരുമ്പോൾ തന്നെ സ്വപ്നങ്ങളും അതോടൊപ്പം വളരും. ആ സ്വപ്നങ്ങൾ വളരുന്നതോടൊപ്പമാണ് നമ്മൾ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയ സ്വർണത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് അവരുടെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ആഭരണം എന്നുള്ള നിലയ്ക്ക് കാതുകുത്തി കമ്മലിടൽ ചടങ്ങ് നടത്തുന്നത്. ചെറിയ ചടങ്ങുകളാണ്. 28 വയസ്സാവുമ്പോൾ 28 ദിവസമാകുമ്പോൾ ചരടുകെട്ട് നടത്തുന്നത് പോലെ കുറച്ചുകൂടെ ആകുമ്പോൾ പെൺകുട്ടികൾക്ക് കാതുകുത്തി കമ്മലിടൽ ചടങ്ങ്. പക്ഷേ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ കുടുംബങ്ങളിൽ കാതുകുത്തി കമ്മലിടൽ ചടങ്ങ് നടത്താൻ അവർക്ക് കഴിയാറില്ല. ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മുടെ നാഷണൽ NGO അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്. അങ്ങനെയാണ് AKGSMA ഇങ്ങനൊരു സംരംഭം കഴിഞ്ഞ 2-3 വർഷമായിട്ട് നടത്തി വരുന്നത്. അതിലെനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഒരു 1000ഓളം കുട്ടികൾക്കാണ് കാതുകുത്തി കമ്മലിടൽ ചടങ്ങ് പരിപാടി നടത്തുന്നത്. ബാലികാ മന്ദിരം, ശിശുപരിചരണ കേന്ദ്രം എന്നിവിടങ്ങളിൽ നിന്ന് 3.5 വയസ്സുള്ള ശിവാനിയും നന്മയും ഗ്ലോറിയും മുതൽ 8 വയസ്സുള്ള അഭികാമിയും അതിഥിയും ഉൾപ്പെടെ 18 പെൺകുരുന്നുകൾക്കാണ് കാതിൽ കമ്മലിട്ടത്. കാതു വേദനിച്ചപ്പോൾ ആയമാരുടെ തണലിലേക്ക് കുഞ്ഞുങ്ങൾ ഓടിപ്പോയി. പിന്നെ കണ്ണാടിയിൽ നോക്കുന്ന തിരക്കായിരുന്നു. കണ്ടു നിന്നവരുടെയൊക്കെയും കണ്ണും മനസ്സും നിറഞ്ഞു. ഓരോ മുഖത്തും പുതിയ കമ്മൽ കിട്ടിയതിൻ്റെ സന്തോഷം. ഓരോ കണ്ണിലും സ്വർണ്ണത്തേക്കാളേറെ തിളക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മുടെ എല്ലാം മനസ്സ് നിറച്ച ഒരു വാർത്ത അല്ലേ? ഇനി നമ്മൾ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. അവിടെ വീടിന്റെ മട്ടുപ്പാവിൽ കാർഷിക വിപ്ലവം തീർക്കുകയാണ് ദമ്പതികൾ. ഇടുക്കി കൊന്നത്തടി വടയാറ്റുകുന്നേൽ ശശീന്ദ്രൻ സുമതി ദമ്പതികളുടെ കാർഷിക പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. പാഷൻ ഫ്രൂട്ട് മുതൽ അടത്താപ്പ് വരെ നിരവധി വിളകളാണ് ഇവരുടെ ടെറസിലുള്ളത്. 4 തരം പാഷൻ ഫ്രൂട്ട് മുതൽ നിരവധി പഴവർഗ്ഗങ്ങൾ, റെഡ് ലേഡി ഇനം മുതൽ വിവിധ തരം പപ്പായകൾ, കുമ്പളവും മത്തനും പയറും പാവലും ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ തുടങ്ങിയവയെല്ലാം വിളയുന്നത് ഒരു വീടിന്റെ മട്ടുപ്പാവിലാണ്.
ഇടുക്കി കൊന്നത്തടി വടയാറ്റുകുന്നിൽ ശശീന്ദ്രൻ സുമതി ദമ്പതികളാണ് ഈ കാർഷിക വിപ്ലവത്തിന് പിന്നിൽ. വിഷമില്ലാത്ത പച്ചക്കറി എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. വെണ്ടയ്ക്കയുണ്ട്, തക്കാളിയുണ്ട്, അതുപോലെ വഴുതനയുണ്ട്, കത്തിരിക്ക, അങ്ങനെ പാഷൻ ഫ്രൂട്ടുകൾ, അതിൽ റോസാ ചെടികൾ, കപ്പളം, ഇങ്ങനെ കോളിഫ്ലവറുകൾ, ബ്രോക്കോളി, നല്ല വഴുതന, ഈ വത്തലമുളക്, അങ്ങനെയുള്ള കാന്താരി, ഇതുപോലുള്ള എല്ലാ ചെടികളും നട്ടു വളർത്തി അതിൽ നിന്നാണ് ഞങ്ങൾ കൂടുതലും പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള. നമ്മളെല്ലാവരും ആഞ്ഞു പിടിച്ചൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പച്ചക്കറി പോലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല. പഴയ പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണ്ണ് നിറച്ചാണ് ദമ്പതികൾ കൃഷിക്ക് തടമൊരുക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവർ ഇത്തരത്തിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. രാസവളവും കീടനാശിനിയും ഇല്ലാതെ തികച്ചും ജൈവ കൃഷി രീതി എന്നതാണ് മറ്റൊരു പ്രത്യേകത. പരിമിതികളെ വലിയ സാധ്യതകളാക്കി മാറ്റുന്ന ശശീന്ദ്രന്റെയും സുമതിയുടെയും മട്ടുപ്പാവിലെ കൃഷിത്തോട്ടം പല വീട്ടുകാർക്കും മാതൃക കൂടിയാണ്. ന്യൂസ് 18 ഇടുക്കി. പുതുതലമുറയെ വായനാ ലോകത്തേക്ക് എത്തിക്കാൻ വേറിട്ട ആശയവുമായി തൃക്കരിപ്പൂർ ചൂരിക്കാടൻ കൃഷ്ണൻ നായർ സ്മാരക വായനശാല കുടുംബത്തോടൊപ്പം എത്തി പുസ്തകം എടുത്തു മടങ്ങുന്ന ശീലത്തിനാണ് ഭാരവാഹികൾ തുടക്കമിട്ടത്. മക്കളോടൊത്ത് വായനശാലയിലേക്കെന്ന ആശയത്തിന് വൻ ജനപിന്തുണയും ലഭിക്കുന്നുണ്ട്. വീട്ടിലെ കുഞ്ഞുമക്കൾ ഉൾപ്പെടെയുള്ളവരെ വായനശാലയിൽ എത്തിക്കുവാനുള്ള ചുമതല ഇനി രക്ഷിതാക്കൾക്ക് കൂടിയാണ്. കുടുംബസമേതമെത്തി പുസ്തകമെടുത്ത് മടങ്ങുന്ന വേറിട്ട വായന സംസ്കാരത്തിനാണ് വൈക്കത്ത് ചൂരിക്കാടൻ കൃഷ്ണൻ നായർ സ്മാരക വായനശാല ഭാരവാഹികൾ തുടക്കമിട്ടിരിക്കുന്നത്. കൗമാരക്കാരിൽ വായനയൊരു ശീലമാക്കി മാറ്റാൻ ഇതിലൂടെ സാധിക്കുമെന്ന് ഇവർ കരുതുന്നു. മക്കളെയും കൂട്ടി വായനശാലയിലേക്ക് അച്ഛനമ്മമാർ മക്കളുടെ കൈപിടിച്ച് നമ്മൾ സാധാരണ അമ്പലത്തിലൊക്കെ പോകുന്നത് പോലെ മക്കളെയും കൂട്ടി വായനശാലയിലേക്ക് വരിക, വായനശാലയിലെ പുസ്തകങ്ങൾ പരിചയപ്പെടുക, പുസ്തകം എടുക്കുക, വായിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ പുസ്തക വായന നമുക്കറിയാം, അത് നമ്മുടെ കുട്ടികളെ അവരുടെ അനുഭവ സമ്പത്ത് കൂട്ടും, അവരുടെ വളർച്ചയെ സഹായിക്കും. സമൂഹത്തിൽ തെറ്റായ പല പ്രവണതകൾ നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗം കൂടിയാണ് ഈ ക്യാമ്പയിൻ. സെപ്റ്റംബർ 8 മുതൽ 14 വരെയുള്ള ഈ വ്യത്യസ്തമായ പരിപാടികളിൽ ചൂരിക്കാടൻ കൃഷ്ണൻ സ്മാരക വായനശാലയും സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഗ്രന്ഥശാല ദിനത്തിന്റെ ഭാഗമായി വായനശാല പ്രവർത്തകരുടെ ക്ഷണം സ്വീകരിച്ച് 15ഓളം കുടുംബങ്ങളാണ് പുസ്തകമെടുക്കാനായി എത്തിയത്. ചിലർ വായനശാലയിലേക്ക് സംഭാവനയായി പുസ്തകങ്ങളും നൽകി. എത്തിയവരെയെല്ലാം മധുരം നൽകിയാണ് സ്വീകരിച്ചത്. ചെറുകഥ, നോവൽ, ബാലസാഹിത്യ കൃതികൾ തുടങ്ങി പുസ്തകങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും വായനശാല പരിധിയിൽ നിന്നുള്ള രക്ഷിതാക്കൾ മക്കളുടെ കൈപിടിച്ച് വായനയുടെ ലോകത്തേക്ക് കടന്നുവരുമെന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ. വായനശാല സെക്രട്ടറി പി രാജഗോപാലൻ, പ്രസിഡന്റ് ടി തമ്പാൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിനേഷ് വിത്തൻ, സന്ദീപ് പി വി എന്നിവർ കുടുംബത്തോടൊപ്പം അതിഥികളെ സ്വീകരിച്ചു. ന്യൂസ് 18 തൃക്കരിപ്പൂർ. കാട്ടാന ഭീതിയിലാണ് മൂന്നാർ. പടയപ്പെ കൂടാതെ കാട്ടാനക്കൂട്ടങ്ങളും മറ്റ് കാട്ടാനക്കൂട്ടങ്ങളും ഈ ജനവാസ മേഖലയിലേക്ക് എത്തി തമ്പടിക്കുകയാണ്. ആനയുടെ ആക്രമണത്തിൽ വീടിന്റെ ഗേറ്റ് തകർന്നു. പിന്നെ മറ്റൊരു സംഭവം, വഴിയോര കടകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. ദേവികുളം ലാക്കാട് സ്വദേശി ജോർജ് മുക്കത്തിന്റെ വീടിന് നേരെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത്. ഗേറ്റ് തകർത്ത് അകത്ത് കടന്ന ആനകൾ മുറ്റത്ത് കിടക്കുകയായിരുന്ന കാറും ആക്രമിച്ചു. രാത്രി ഒരു 12:30 മണിക്ക് ഞാനൊരു ശബ്ദം കേട്ട്, ഗേറ്റിന്റെ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് 3 ആന, ഒരു പിടിയാനയും 2 കുഞ്ഞുങ്ങളും ഇവിടെ വീട്ടിന്റെ മുറ്റത്തോട്ട് കയറി വന്ന് ഗേറ്റൊക്കെ പൊളിച്ച് ഇവിടെ തടന്ന് ഒരു മണിക്കൂറോളം ഇവിടെ തന്നെ കഴിഞ്ഞു കൂടി. അപ്പോൾ എന്നിട്ട് അതിനുശേഷം ഇവര് ഈ കാറിൽ ചാരിക്ക് അതിനകത്ത് ഒരു കുത്തിയിട്ടുണ്ട്. കാറിൽ കുത്തിയിട്ട് 2 തുള വീണിട്ടുണ്ട്, ഹോൾ വീണിട്ടുണ്ട്. പടയപ്പ ഏതാനും ദിവസങ്ങളായി മൂന്നാർ ഉദുമൽപേട്ട പാതയിൽ ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പെരിയവര പാലത്തിന് സമീപം 2 വഴിയോര കടകൾ നശിപ്പിച്ചു. കടയിലുണ്ടായിരുന്ന പൈനാപ്പിൾ, ചോളം തുടങ്ങിയവ അകത്താക്കി. പടയപ്പയെ കൂടാതെ കാട്ടാനക്കൂട്ടങ്ങളും കാട് വിട്ടിറങ്ങുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി.